ദിനരാത്രങ്ങളുടെ സംഗമസ്ഥാനമാണ് സന്ധ്യ. സംഗമം സൃഷ്ടിക്ക് ഹേതുവാകും. അതിനാൽ ജീവിതം ഒരു സന്ധ്യ തന്നെയാണ്. പകലിൻ്റെ വെളിച്ചവും ഇരുളിൻ്റെ അന്ധകാരവും ഇല്ലാത്ത, പകലിനും വെളിവിനുമിടയിലുള്ള ഒരു സങ്കീർണത. ആ സങ്കീർണതയുടെ ആയാസമൊന്ന് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് അല്പനേരം ഒന്ന് കാതോർക്കാം. സ്വാമി അശ്വതി തിരുനാൾ അവതരിപ്പിക്കുന്ന ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ജഗതി എൻ കെ ആചാരി, അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു നാടകകൃത്താണ്, സാഹിത്യകാരനാണ്. വെറും സാഹിത്യകാരനല്ല, ഹാസ്യ സാഹിത്യകാരനാണ്. ഒരു റേഡിയോ കലാകാരൻ എന്ന നിലയിൽ കേരളം മുഴുവൻ അറിയപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ആർട്ടിക്കിളിൽ അദ്ദേഹം എഴുതിയൊരു ലേഖനത്തിൽ ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഇരുന്ന സമയത്ത് വീട്ടിലേക്ക് ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് ഹലോ ജഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജഗതി എൻ കെ ആചാരി, യെസ് ജഗതി സ്പീക്കിംഗ് എന്ന് പറയും. അങ്ങനെയാണല്ലോ സംഭവിക്കേണ്ടത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ജഗതി ശ്രീകുമാർ വളരെ പ്രസിദ്ധനായി. ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ വളരെ പ്രസിദ്ധനായി. കാരണം അദ്ദേഹത്തിൻ്റെ മീഡിയ സിനിമയായിരുന്നല്ലോ. ജഗതിയും തിരക്കഥ കേട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ പലപ്പോഴും ഫോൺ വരുമ്പോൾ ഹലോ ജഗതി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം യെസ് ജഗതി സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു നിശബ്ദതയാണ്. ജഗതിയുടെ ശബ്ദമല്ലല്ലോ ഇത് എന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും എന്നെയല്ല എൻ്റെ മോനെയാണ് വിളിക്കുന്നത്. ജഗതി ശ്രീകുമാറിനെയാണല്ലേ, ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് പോകും. അപ്പോൾ അദ്ദേഹം ആർട്ടിക്കിളിൽ പറയുന്നത്, അപ്പോൾ എനിക്കൊരു മനസ്സിനകത്തൊരു വിഷമം തോന്നിയിട്ടുണ്ട്. ഇതാണ്, തന്നെയല്ല ഇപ്പോൾ ആളുകൾക്ക് ആവശ്യം തൻ്റെ മകനെയാണ്, അല്ലെങ്കിൽ തൻ്റെ പ്രസിദ്ധിയേക്കാൾ ഉയർന്നു തൻ്റെ മകനെന്ന്. പക്ഷേ പിന്നീട് അദ്ദേഹം പറഞ്ഞത് അവൻ്റെ ഉയർച്ച കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു. പ്രസിദ്ധിയുടെ കാര്യത്തിൽ എന്നെക്കാളും അവൻ ഉയർന്നു. ആ തോൽവി വളരെ മധുരമാണ്. അതായത് ഒരച്ഛൻ സ്വന്തം മകൻ്റെ മുന്നിൽ തോൽക്കുമ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ സുഖം അനുഭവിക്കുന്നതെന്ന് പറയണം അല്ലേ. സൊറാബൻ റസ്റ്റം എന്ന് പറഞ്ഞ പഴയ കഥയുണ്ടല്ലോ. അച്ഛനും മകനും അന്യോന്യം അറിയാതെ ഏറ്റുമുട്ടുന്നതും അവസാനം മകൻ ജയിക്കുമ്പോൾ അച്ഛൻ മരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പുഞ്ചിരിയോട് മരിക്കുന്നു. കാര്യം എൻ്റെ മകൻ എന്നെക്കാൾ വലിയൊരു യോദ്ധാവായി തീർന്നല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പുകളിൽ പല കാര്യങ്ങളും വളരെ സങ്കീർണമാണ്. നമ്മുടെ ജഗതി ശ്രീകുമാർ ഇപ്പോൾ അദ്ദേഹം ഒരു ആശുപത്രിയിൽ കിടന്നിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട്. അദ്ദേഹം എല്ലാവരും ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. അദ്ദേഹം നടന്നു തുടങ്ങി. പക്ഷേ അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ഇനി അതും കൂടെ ശരിയായി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുന്നത് തീർച്ചയായിട്ടും അത് ശരിയാവും. ഒരു കൊല്ലത്തിനകം തീർച്ചയായിട്ടും ജഗതിക്ക് വീണ്ടും രംഗത്തെത്താൻ കഴിയുന്നു. അപ്പം നമ്മുടെ എല്ലാം പ്രാർത്ഥന അങ്ങനെയാണ്. പക്ഷേ ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാൻ, തൻ്റെ തമാശ പറയാനുള്ള കഴിവുകൊണ്ട് അതിജീവിക്കുവാൻ കഴിയുന്ന ഒരാളാണ് ഈ ജഗതി. ഒരുപക്ഷെ ജഗതി കടന്നുപോയതുപോലെ തീവ്രമായ സാഹചര്യങ്ങളിലൂടെ അധികം ആരും കടന്നുപോയി കാണില്ല. തൻ്റെ വ്യക്തി ജീവിതത്തിലായാലും ശരി, തൻ്റെ സിനിമാ ജീവിതത്തിലായാലും ശരി, ഒരുപാട് നാണംകെടലുകൾ, ഒരുപാട് ഹൃദയം തകരുന്ന അനുഭവം, ഇതൊക്കെ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിലൂടെ തൻ്റെ ഹ്യൂമർ ഉപയോഗിച്ച് കടന്നു പോകും. എന്നോട് സുപ്രസിദ്ധ സംവിധായകനായ പി ചന്ദ്രകുമാർ, ഞാൻ അദ്ദേഹത്തിൻ്റെ സഹസംവിധാനമായിട്ട് സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നോടൊരു കഥ പറഞ്ഞു. അതായത് ഈ ജഗതിയുടെ ഭാര്യയായിരുന്ന മല്ലിക ജഗതി ഉപേക്ഷിച്ചിട്ട് സൂപ്പർ സ്റ്റാർ സുകുമാരനോട് പോയ കാലഘട്ടം. അപ്പോൾ അത് ജഗതിക്ക് വല്ലാത്തൊരടിയായിരുന്നു. സുകുമാരൻ ഭാര്യയായിട്ട് സ്വീകരിച്ചു മല്ലികയെ. അപ്പോൾ യഥാർത്ഥത്തിൽ മല്ലികയും ജഗതിയും വിവാഹം കഴിച്ചിരുന്നില്ല. അവർ ലിവിങ് ടുഗദറായിരുന്നു. അതുകൊണ്ട് പിന്നെ ലീഗൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അന്ന്, അതായത് ഈ വാർത്ത പത്രത്തിലേക്ക് വന്ന ആ ദിവസം ഇവർക്ക് രണ്ടുപേർക്കും ഒരിടത്താണ് ഷൂട്ടിങ്. പൊന്മുടിയിൽ വെച്ചിട്ട് സുകുമാരനും ജഗതിക്കും ആണ് ഫസ്റ്റ് സീൻ എടുക്കേണ്ടത്. അപ്പോൾ ചന്ദ്രചേട്ടൻ എന്നോട് പറഞ്ഞാണ്, കാറിൽ സുകുമാരനെ വിളിച്ച് ഹോട്ടലിൽ നിന്ന് ഇറക്കിയപ്പം ജഗതി കാറിൽ കയറി. അപ്പോൾ ചന്ദ്രകുമാർ ചോദിച്ചു, ഇനി എനിക്ക് വിളിക്കേണ്ടത് സുകുമാരനെയാണ്, അമ്പിളിക്ക് അതിനകത്ത് എന്തെങ്കിലും, അമ്പിളി എന്നാണല്ലോ ജഗതി വിളിക്കുന്നത്, അമ്പിളിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അപ്പോൾ ജഗതി പറഞ്ഞു, എന്ത് വിഷമം, എനിക്കൊരു വിഷമമില്ല. ഇവർ രണ്ടും കൂടെ സുകുമാരൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ മല്ലിക ഇറങ്ങി വരുന്നു, ഭർത്താവിനെ ഷൂട്ടിങ്ങിന് പോകുന്നു, ഭർത്താവിനെ യാത്ര അയക്കാൻ വേണ്ടി. ഗേറ്റിൽ മല്ലിക വന്നിന്ന് സുകുമാരന് ടാറ്റ കൊടുക്കുന്നു. അപ്പോൾ ചന്ദ്രകുമാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ജഗതിയുടെ റിയാക്ഷൻ.
ജഗതി കാറിൻ്റെ ജാലകത്തിലൂടെ തലയിട്ടിട്ട് ഹലോ മല്ലിക എന്ന് വിളിക്കുന്നു. മല്ലിക ഞെട്ടിപ്പോകുന്നു. അപ്പോൾ സുഗതനല്ലേ, ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് ജഗതി ചിരിച്ചുകൊണ്ട് പറയുന്നു. എന്നിട്ട് ഈ കാറിൽ യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ ജഗതിയും സുകുമാരനും തമാശകൾ പറഞ്ഞ് ചിരിച്ച് ആണ് ഷൂട്ടിംഗ് സ്ഥലത്തെത്തിയത്. ഒരു അസാധാരണ സംഭവമാണല്ലോ. നമ്മുടെ ഭാര്യ വേറൊരാളോട് പോവുക, അതിനുശേഷം അയാളും നമ്മളും കൂടെ പിറ്റേ ദിവസം ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരേ പ്രവൃത്തിയിൽ ചെയ്യുക. അപ്പോൾ സാധാരണ മനുഷ്യനെ തകർന്നു പോകും. ജഗതി അതിനൊന്നും തകരുന്ന ആളല്ല. ജഗതിയുടെ ഒരു ഫിലോസഫി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ജീവിതത്തിൽ എന്ത് സംഭവിക്കാം, ആർക്കും എന്ത് സംഭവിക്കാം. ആ സംഭവങ്ങളെ നമുക്ക് തടഞ്ഞിർത്താൻ പറ്റില്ല. പക്ഷേ ആ സംഭവത്തോടുള്ള പ്രതികരണം അത് നമ്മുടേതാണ്. എന്ത് ദുരന്തം വന്നാലും ആ ദുരന്തത്തെ പുഞ്ചിരിച്ചുകൊണ്ടും അതിനെ കളിയാക്കിക്കൊണ്ടും പറ്റുമെങ്കിൽ അതിൻ്റെ തന്നെ ഭാഗമായിക്കൊണ്ടും മുന്നോട്ട് പോകാനുള്ളൊരു പ്രത്യേക കഴിവുള്ള ആളാണ് ഈ ജഗതി ശ്രീകുമാർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കഴിവുപയോഗിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ സംഭവിച്ചിരുന്ന ഒരു കൊടിയ ദുരന്തത്തിൽ നിന്നും അദ്ദേഹം പുറത്തു വരുമെന്നും വീണ്ടും ആ പൊട്ടിച്ചിരി നമ്മുടെ വെള്ളിത്തിരകളിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി, വളരെ ശുഭ പ്രതീക്ഷയോടുകൂടി, പ്രാർത്ഥനകളോടുകൂടി നമുക്കൊന്നും വളരെ മനോഹരമായ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാം. സ്വാമി അശ്വരിനാൾ ഈസ് സൈനിങ് ഓഫ്. ഗുഡ് ഈവനിങ്.